ഇന്ന് വൈകുന്നേരം ഹോട്ടൽ ധീരയിൽ വെച്ചൊന്ന് കൂടിയാലോ? ഒരിക്കലും മറക്കില്ല എന്നുറപ്പുള്ളൊരു സുന്ദര സായാഹ്നം ഓഫർ ചെയ്യുന്നു ഞാൻ. പോരുന്നോ എനിക്കൊപ്പം? മെയിലുകൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് വന്നൊരു മെസ്സേജ് ട്യൂൺ കേട്ട് മൊബൈൽ എടുത്തു നോക്കിയ ഗോവിന്ദിന്റെ മുഖത്തൊരു കള്ളത്തരം ഒളിപ്പിച്ച ചിരി തെളിഞ്ഞു. അവന്റെ നോട്ടമെന്ന് മാനേജറുടെ ക്യാബിനിലേക്ക് പാളിയതും കണ്ടു. പ്രതീക്ഷയോടെ അവനെ നോക്കിയിരിക്കുന്ന മാനേജർ വന്ദനയെ. അവളിലുമുണ്ട് കള്ളത്തരം ഒളിപ്പിച്ചൊരു വശ്യമായ ചിരി. അകത്തേക്ക് ചെല്ലാനെന്ന വിധം വന്ദന കണ്ണുകൊണ്ട് അവനെ ക്ഷണിച്ചതും കയ്യിലൊരു ഫയലുമെടുത്ത് ചുറ്റും തന്നിലേക്ക് കൂർപ്പിച്ചു നിർത്തിയിരിക്കുന്ന അനേകം കണ്ണുകളെ അവഗണിച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു ഗോവിന്ദ്. ചാക്കോ, ദേ നോക്കടാ. മാനേജറുടെ ക്യാബിനകത്തേക്ക് ഗോവിന്ദ് കയറിയതും അടുത്തിരുന്ന ചാക്കോയെ തട്ടി വിളിച്ചത് കാണിച്ചു കൊടുത്തു മുരളി. ഞാൻ നിന്നോടന്ന് പറഞ്ഞതിപ്പോ സത്യായില്ലേ? നോക്ക്, ഇന്നിതെത്രാമത്തെ പ്രാവശ്യമാണ് ഗോവിന്ദ് വന്ദന മേഡത്തിന്റെ ക്യാബിനിൽ കയറുന്നത്. ഇതിനു മാത്രം എന്ത് സംശയമാണ് അവൻ നമ്മളോടൊന്നും ചോദിക്കാതെ മേഡത്തോട് മാത്രമായി ചോദിച്ചറിയാൻ? ഇതൊന്നും ശരിയല്ല ചാക്കോ, നിനക്കറിയാലോ, അവനൊരു കുടുംബവും കുട്ടിയല്ല ഉള്ളവനാണ്. ഗോവിന്ദിന്റെ പ്രവൃത്തിയിൽ അവനോടുള്ള നുരഞ്ഞു പൊന്തുന്ന ദേഷ്യം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് മുരളിയുടെ ശബ്ദത്തിൽ. മുരളിയെ ഒന്ന് നോക്കിയ ചാക്കോയുടെ കണ്ണുകളും ഗോവിന്ദിനു പുറകെ ആ ക്യാബിനുള്ളിലേക്ക് നീണ്ടു. എന്താണ് ഗോവിന്ദ്, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് അതിനു മറുപടി തരാൻ ഇത്ര താമസം? ഇയാൾക്ക് താല്പര്യമില്ല വൈകിട്ടത്തെ കൂടിക്കാഴ്ചയ്ക്കെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. ഇയാൾക്കും കൂടി ഇഷ്ടവും താല്പര്യമുണ്ടെങ്കിൽ മതി. ഗോവിന്ദിനെ അവൻ കാണും വിധം കണ്ണാലെയൊന്നൊഴിഞ്ഞു നോക്കിയാണ് വന്ദനയുടെ സംസാരം. വെളുത്തു നീണ്ട് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും വിധം സുന്ദരനായിട്ടുള്ള ഗോവിന്ദിന്റെ ഉറച്ച നെഞ്ചിലും ബലിഷ്ഠമായ ശരീരത്തിലുമെല്ലാം വശ്യതയോടെ അലസമൊഴുകുന്നുണ്ട് വന്ദനയുടെ കണ്ണുകൾ. അവളുടെ നോട്ടവും മുഖത്തെ ഭാവവുമെല്ലാം ഗോവിന്ദിൽ വല്ലാത്തൊരു സന്തോഷം നിറയ്ക്കുന്നുണ്ട്. എന്താ ഗോവിന്ദ്, വൈകിട്ട് കാണണ്ടേ? ഇയാൾക്ക് താല്പര്യമില്ലേ? ഗോവിന്ദിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് മുന്നിലെ ടേബിളിലേക്ക് ആഞ്ഞിരുന്ന് വന്ദന ചോദിച്ചതും സാരിക്കിടയിലൂടെ വെളിവായ അവളുടെ നഗ്നതയിൽ ഉടക്കി നിന്നു ഗോവിന്ദിന്റെ മിഴികൾ ഒരു നിമിഷം. താല്പര്യമുണ്ട് മേഡം, നല്ല താല്പര്യമുണ്ട്. വൈകിട്ട് മേഡത്തെ കണ്ടേ മതിയാവുള്ളൂ എന്നെനിക്ക്. കണ്ണു നിറുക്കിയടച്ച് കീഴ്ചുണ്ടിലൊന്ന് പല്ലമർത്തി പ്രത്യേകം ഒരു ഭാവത്തിൽ വേഗത്തിൽ ഗോവിന്ദ് പറഞ്ഞതും വന്ദനയിൽ അവനെ അത്രയും മോഹിപ്പിക്കുന്നൊരു ചിരി വിരിഞ്ഞു. വന്ദനയുടെ ക്യാബിൻ ഡോർ തുറന്നൊരു ചിരിയോടെ പുറത്തേക്ക് വരുന്ന ഗോവിന്ദിനെ ദേഷ്യത്തോടെ നോക്കി മുരളി. 6 മാസത്തോളമായി ഗോവിന്ദ് ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടി വന്നിട്ട്. വന്ന അന്നു മുതൽ സൗഹൃദമുണ്ട് ചാക്കോയും മുരളിയും അവനും തമ്മിൽ. കുടുംബത്തെ ജീവനായി കൊണ്ടുനടക്കുന്ന ഗോവിന്ദിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് വന്ദന ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടി വന്നതു മുതലാണ്. സ്ത്രീകളോട് അത്രമാത്രം ബഹുമാനത്തോടെ ഇടപഴകുന്ന ഗോവിന്ദിന്റെ വന്ദനയിലേക്കുള്ള ചായ്വ് ആ ഓഫീസിലെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ചാക്കോ, ഞാൻ വൈകിട്ട് 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങൂട്ടോ, ഒരത്യാവശ്യമുണ്ട്. ചാക്കോയോട് പറയുന്നതിനൊപ്പം തന്നെ മുരളിയിലേക്കും പോകുന്നുണ്ട് അവന്റെ മിഴികൾ. അവർ രണ്ടാളും ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ഈ പോകുന്നതെങ്കിൽ ഹിന്നത്തോടെ ഇത് നിർത്തിക്കും ഞാൻ ചാക്കോ. അവനവന്റെ ഭാര്യയെയും മക്കളെയും മറന്നിട്ടുള്ള ഈ പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. എനിക്കുണ്ട് ഞാൻ ചെല്ലുന്നത് നോക്കി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരുത്തി. എന്റെ ജീവനാണവൾ. മുരളി പറയുമ്പോൾ ചാക്കോയുടെ ഉള്ളിലും മിഴിവോടെ തെളിഞ്ഞ അവന്റെ പെണ്ണിന്റെ രൂപമാണ്. വൈകുന്നേരമായതും ആദ്യം ഗോവിന്ദും അവന് പിറകെ വന്ദനയും ഓഫീസ് വിട്ടിറങ്ങിയതും അവരറിയാതെ അവരുടെ പുറകെ തന്നെ ചെന്നു മുരളിയും ചാക്കോയും. ഹോട്ടൽ ധീരയുടെ ലക്ഷറി റൂമിലേക്ക് കൈകൾ കോർത്ത് ചിരിയോടെ കയറിപ്പോകുന്ന ഗോവിന്ദിനെയും വന്ദനയും ഇത്തവണ മുരളി നോക്കി നിന്നത് നൊമ്പരത്തോടെയാണ്. തങ്ങളിലൊരുവൻ ഇത്രയും തരം താഴ്ന്നു പോയത് അവന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അടച്ചിട്ട മുറിക്കുള്ളിൽ വന്ദനയുടെ നഗ്നതയിൽ ഗോവിന്ദ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവന്റെ ശരീരത്തിനിടയിൽ വന്ദന വശ്യമായൊരു ചിരിയോടെ തളർന്നു കിടന്നു. മുരളി, അവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം അതിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു. വെറും കാഴ്ചക്കാരായി നിൽക്കാനേ നമുക്കിനി സാധിക്കൂ. നമുക്ക് മടങ്ങിപ്പോവാം, ബാ. ചിന്തയിൽ മുഴുകിയെന്ന പോലെ ഗോവിന്ദിന്റെ ബൈക്കിന് പിന്നാലെ അവനെ പിന്തുടരുന്ന മുരളിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ചാക്കോ. ഹോട്ടൽ മുറിയിൽ നിന്ന് ആദ്യം വന്ദന ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ഗോവിന്ദ് ഇറങ്ങി വന്നത്. വീട്ടിലേക്ക് 1-2 സാധനങ്ങളും വാങ്ങി ബൈക്കിൽ കയറിയ ഗോവിന്ദിനു പിന്നാലെ അപ്പോൾ കൂടിയതാണ് മുരളി ചില ലക്ഷ്യങ്ങളോടെ. വീട്ടിലെത്തി ബൈക്ക് ഹാൻഡിലിൽ തൂക്കിയിട്ട സാധനങ്ങളുമായി അകത്തേക്ക് കയറാനൊരുങ്ങിയ ഗോവിന്ദ് തന്റെ വീട്ടിലേക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നുവന്ന മുരളിയെയും ചാക്കോയെയും കണ്ട് അമ്പരന്നു. ഇതെന്താ നിങ്ങളൊരു മുന്നറിയിപ്പും ഇല്ലാതെ? മുഖം നിറയെ ചിരിയോടെ ചോദിച്ച് അവർക്കടുത്തെത്തി ഗോവിന്ദ്. നീ ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ നിനക്ക് പിന്നാലെയുണ്ട് ഗോവിന്ദ് ഞങ്ങൾ. നീ പോയിടത്തെല്ലാം ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ യഥാർത്ഥ സ്വഭാവം നേരിട്ടറിയാൻ. ദേഷ്യം നിയന്ത്രിച്ചെന്ന പോലെ മുരളി പറഞ്ഞതും ഗോവിന്ദിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവനെന്തോ പറയാൻ തുടങ്ങുന്നേരം തന്നെ വീടിനുള്ളിൽ നിന്ന് അവന്റെ ആളുകളെല്ലാം പുറത്തേക്കിറങ്ങിയത്. ആരാ കണ്ണ ഇവര്? കൂട്ടുകാരാണോ? ഗോവിന്ദിന്റെ അമ്മ വന്ന് ചോദിച്ചതും പിന്നെ ഒരു ബഹളമായിരുന്നു അവിടെ.
കൂട്ടുകുടുംബമാണ് ഗോവിന്ദിൻ്റേതെന്ന് തിരിച്ചറിഞ്ഞു അവൻ. അമ്മയും അച്ഛനും ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും സന്തോഷത്തോടെ താമസിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം. ഇതാണ് കേട്ടോ എൻ്റെ കുറുമ്പന്മാർ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇവരെ? 4 വയസ്സോളം പ്രായമുള്ള 2 ഇരട്ട ആൺകുട്ടികളെ കയ്യിലെടുത്ത് ഗോവിന്ദ് പറഞ്ഞതും അവന് ദേഷ്യത്തിൽ നോക്കി മുരളി. ഇത്ര നല്ല കുടുംബത്തിനകത്ത് ജനിച്ചിട്ടും നീ എങ്ങനെയാ ഗോവിന്ദ് ഇത്രയും തരം താഴ്ന്നു പോയത്? മുരളി ചോദിച്ചതും അവനെയൊന്ന് നോക്കി ഗോവിന്ദ്. ഇതെന്താ ചാക്കോയ് മുരളി ഇവിടെ? പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് തിരിഞ്ഞവർ തങ്ങൾക്ക് പുറകിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. വന്ദന മേഡം. കുളി കഴിഞ്ഞിറങ്ങി വന്ന് നിൽക്കുന്ന വന്ദനയെ അവിടെ കണ്ടവർ പകച്ചു. ഗോവിന്ദനെ നോക്കിയപ്പോൾ അവന്റെ മുഖം നിറയെ കള്ളച്ചിരിയാണ്. ഇതാണെന്റെ ഭാര്യ വന്ദന. വന്ദന ഗോവിന്ദ്. നിങ്ങൾ ഓഫീസിലും ഹോട്ടലിലും ഇപ്പോൾ ദേ എന്റെ വീട്ടിലുമെല്ലാം കാണുന്നത്. കണ്ടത് ഒരാളെ തന്നെയാണ്. ഗോവിന്ദ് പറഞ്ഞതും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായ വന്ദന പൊട്ടിവന്ന ചിരിയമർത്തി അകത്തേക്ക് നടന്നു. എന്റെ ഭാര്യ എന്റെ മേലുദ്യോഗസ്ഥാണെന്ന് പറയാനുള്ള മടി കൊണ്ടൊന്നുമല്ല മുരളി ഞങ്ങളത് രഹസ്യമാക്കി വെച്ചത്. ഒരു രസം. ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യവും അനുഭവിച്ചറിയാനുള്ള ഇഷ്ടം. അതിലുപരി അവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ചെറുതായിട്ടെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്നുള്ള ചിന്ത. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടടാ. അതിലുപരി ഞാനും വന്ദനയും ഏറെ ആസ്വദിക്കുന്നുണ്ട് ഈ തൊഴിലാളി മുതലാളി അവിഹിത ബന്ധം. പൊട്ടിച്ചിരിയോടെ പറയുന്ന ഗോവിന്ദനെ കനപ്പിച്ചു നോക്കി മുരളിയും ചാക്കോയും. ഇത്രയും വലിയ വീടുണ്ടായിട്ട് എന്തിനാടാ നിങ്ങൾ ഹോട്ടലിൽ റൂമെടുത്തത് ശൃംഗരിക്കുന്നത്? ഇവിടെ സ്ഥലവും സമയമില്ലേ നിങ്ങൾക്ക്? ദേഷ്യം അടങ്ങുന്നില്ല മുരളിക്ക്. ഇവിടെ വെച്ച് ശൃംഗരിച്ചാലത് എന്റെ ഭാര്യയോട് ശൃംഗരിക്കലാവും. ഓഫീസിൽ നിന്നിറങ്ങി ഹോട്ടലിൽ വെച്ചാകുമ്പോൾ അതെന്റെ മേഡത്തിനോടൊപ്പമുള്ള രഹസ്യബന്ധമാകും. അതിന്റെ ത്രില്ലൊന്ന് വേറെയാണ് മോനെ. അനുഭവിച്ചു തന്നെ അറിയണം. പൊട്ടിച്ചിരിയോടെ പറയുന്ന ഗോവിന്ദിനെ അമ്പരന്ന് നോക്കി നിന്ന ചാക്കോയിലും മുരളിയിലും ചിരി തെളിഞ്ഞന്നേരം അവനവന്റെ ജീവിതം എത്ര സുന്ദരമായും സന്തോഷമായുമാണ് ആഘോഷിക്കുന്നതെന്ന ചിന്തയിൽ. ചിലർ അങ്ങനെയാണ്, കിട്ടുന്ന ജീവിതത്തിൽ തൃപ്തരായി എല്ലാ വേഷവും ആടിത്തിമിർത്തുകൊണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.